അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ എന്തൊരു കാര്യത്തിനും ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന ദിക്ർ നിങ്ങൾ ചൊല്ലുക. ഇത് നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനകത്ത് ഒരാവശ്യമുണ്ട്. ആ ഒരു ആവശ്യം ഇൻഷാ അല്ലാഹ് അത് നടന്നിരിക്കും. എല്ലാവർക്കും ചൊല്ലാൻ സാധിക്കുന്ന ഒരു ദിക്റാണിത്. ഹദീസുകളുടെ പിൻബലത്തിലാണ് ഇത് പറയുന്നത്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് 3 തവണ ഒരാൾ ഒറ്റയിരുപ്പിൽ പറഞ്ഞാൽ അതിൻ്റെ ഹാദിമായ മലക്ക് അയാളോട് പറയുന്നതാണ്, തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു, അള്ളാഹു നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഏതൊരാഗ്രഹമാണെങ്കിലും അത് നിങ്ങൾ അള്ളാഹുവിനോട് തുറന്ന് പറയുക. എന്നിട്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ആ ഒരു ദുആ അള്ളാഹു ഉറപ്പായും സ്വീകരിക്കുന്നതാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അൽ അദ്കാറിലും ഈ ദിക്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും പാതിരാത്രിയിൽ, അതായത് തഹജ്ജുദൊക്കെ നിസ്കരിക്കാൻ എണീക്കുന്ന സമയത്ത് യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ ചൊല്ലിയാൽ നിങ്ങളെ മനസ്സിലുള്ള എന്തൊരാഗ്രഹവും അള്ളാഹു വെറും 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കി തരും. കൂടിപ്പോയാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ 1000 തവണ അർദ്ധരാത്രിയിൽ ചൊല്ലിക്കോളൂ. ഏറ്റവും നല്ലത് തഹജ്ജുദ് നിസ്കാര ശേഷം ചൊല്ലുന്നതാണ്. ഇത് ചൊല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അരമണിക്കൂറിനുള്ളിൽ ഇൻഷാ അല്ലാഹ് ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത്, അള്ളാഹുവേ, എൻ്റെ മനസ്സിലുള്ള ഇന്ന ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദിക്ർ ചൊല്ലുന്നത്. ഈ ഒരു കാര്യം എത്രയും പെട്ടെന്ന് തീർത്തു തരണേ അല്ലാഹ്. ഒരുപാട് കാലമായിട്ട് ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പുറത്തൊരാളോടും പറയാതെ നമ്മളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് വിഷമങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവർ ഈ പറഞ്ഞ ദിക്ർ ഒന്ന് ചൊല്ലി നോക്കുക. ഇനിയിപ്പോൾ തഹജ്ജുദിൻ്റെ സമയത്ത് എണീക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർ സുബ്ഹിക്ക് ശേഷം, സുബ്ഹി നിസ്കാര ശേഷമെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക. ഇതുപോലെ നിങ്ങൾ 3 ദിവസം വരെ ആവർത്തിച്ചു നോക്കുക. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വിചാരിച്ച കാര്യം നടന്നിരിക്കും. അല്ല എങ്കിൽ ഒരാഴ്ച വരെ നമ്മൾ ചെയ്തു നോക്കുക. അതിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും നമ്മൾ വിചാരിച്ച കാര്യം ഇൻഷാ അല്ലാഹ് നടന്നിരിക്കും. നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് തന്നെ അള്ളാഹു ഉത്തരം നൽകുമെന്നാണ്. തഹജ്ജുദ് പതിവാക്കിയവർക്ക് തന്നെ അറിയാം അതിൻ്റെ അനുഭവങ്ങൾ. അപ്പോൾ ആ ഒരു സമയത്ത് തഹജ്ജുദിൻ്റെ ശേഷം ഈ ഒരു ദിക്ർ കൂടി ചൊല്ലി അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഇല്ല എന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് നിങ്ങളെ വിഷമങ്ങളെല്ലാം താഴ്മയോട് കൂടി പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ചതിലും പെട്ടെന്ന് നിങ്ങളെ ദുആകൾക്ക് ഉത്തരം കിട്ടുന്നതാണ്. തഹജ്ജുദ് നിസ്കാര ശേഷം യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ 1000 തവണയാണ് ചൊല്ലേണ്ടത്. ഏതൊരു പ്രയാസമാണെങ്കിലും അത് മാറിക്കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ചൊല്ലി നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഹദീസിൽ വന്നിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ദിക്റാണിത്. ഈ ഒരു ദിക്റിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ ചൊല്ലി നോക്കിയിട്ട് അതിൻ്റെ അനുഭവം കമൻറ്റിലൂടെ അറിയിക്കണം. അസ്സലാമു അലൈക്കും.